ചൊരിയട്ടെ ഭാവുകങ്ങൾ. സ്വാഗതം സ്വാഗതം സ്വാഗതം, ഭാവുകം ഭാവുകം ഭാവുകം. സ്വാഗതം സ്വാഗതം സ്വാഗതം, ഭാവുകം ഭാവുകം ഭാവുകം. മലയാള ഭാഷയിൽ ദീനിന്റെ തൂമൊഴി പരിലസിച്ചിടുന്ന പൊൻതാരകം. മലയാള ഭാഷയിൽ ദീനിന്റെ തൂമൊഴി പരിലസിച്ചിടുന്ന പൊൻതാരകം. ഇടയൂരിൻ മുറ്റത്തെ പന്തലിൽ അക്ഷരചീന്തന്നു പിറന്നു. ഇടയൂരിൻ മുറ്റത്തെ പന്തലിൽ അക്ഷരചീന്തന്നു പിറന്നു. ഹാജി സാഹിബും കീസിയും ടിഎമ്മും, ഹാജി സാഹിബും കീസിയും ടിഎമ്മും പുഞ്ചിരി തൂകി നിൽപ്പൂ. ഇവിടം പുഞ്ചിരി തൂകി നിൽപ്പൂ, പുഞ്ചിരി തൂകി നിൽപ്പൂ. ഇവിടം പുഞ്ചിരി തൂകി നിൽപ്പൂ. സാമാജികരേ, സോദരേ സോദരിമാരേ, സാമാജികരേ, സോദരേ സോദരിമാരേ, സ്വാഗതമോതുന്നു ഞങ്ങൾ, സ്വാഗതമോതുന്നു ഞങ്ങൾ, സ്വാഗതമോതുന്നു ഞങ്ങൾ, സ്വാഗതമോതുന്നു ഞങ്ങൾ. അൽഹംദുലില്ലാഹി അൽഹംദുലില്ലാഹ് അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി വഅലാ മൻ ഇത്തബഅൽ ഹുദാ അജ്മഈൻ. അഭിവന്യരായ വിശിഷ്ടാതിഥികളെ, സദസ്സിലിരിക്കുന്ന സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും. പ്രബോധനത്തിൻ്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന 60ാം വാർഷികാചരണത്തിൻ്റെ മഹത്തായ ഉദ്ഘാടനമാണ് ഇവിടെ നടക്കുവാൻ പോകുന്നത്. സ്വാഭാവികമായും തീർച്ചയായും ഈ സന്ദർഭം പ്രബോധനത്തെ സംബന്ധിച്ചിടത്തോളം, ഈ സദസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു മഹത്തായ, ഒരു സന്തോഷകരമായ അവസരമാണ്. പക്ഷേ കഴിഞ്ഞ ദിവസം കേരളത്തിലുണ്ടായ ഒരു മഹാദുരന്തം, അതിൻ്റെ സ്മരണകൾ ഈ അന്തരീക്ഷം പോലെ തന്നെ നമ്മുടെ ഹൃദയത്തെയും കാർമേഘം മൂടിയ ഒരവസരമാണിത്. ഈ സന്ദർഭത്തിൽ ആ ദുരന്തത്തിൽ പെട്ടവരോട് അനുശോചിക്കുകയും അവരിൽ മരണമടഞ്ഞവരുടെ കുടുംബത്തോട് ദുഃഖത്തിൽ നമ്മൾ പങ്കുചേരുകയും ചെയ്യുക. പ്രബോധനം 60ാം വാർഷികം എന്ന് പറയുമ്പോൾ പ്രബോധനത്തിന് മാത്രമുള്ള ഒരു സംഗതിയല്ല ഈ 60ാം വാർഷികം എന്ന് പറയുന്നത്. 50ഉം 100ഉം വർഷങ്ങൾ പിന്നിട്ട ധാരാളം പത്രങ്ങൾ കേരളത്തിലുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ ഇസ്ലാമിക പ്രസിദ്ധീകരണം എന്ന് പറയാവുന്ന ഏക പ്രസിദ്ധീകരണം പ്രബോധനമാണ്. പ്രബോധനം ഏറ്റവും പഴക്കമുള്ള പ്രസിദ്ധീകരണം എന്ന് മാത്രമല്ല, മലയാള ലിപിയിൽ ആദ്യമായി അച്ചടിച്ച ഇസ്ലാമിക പ്രസിദ്ധീകരണവും പ്രബോധനമാണ്. അതിനു മുമ്പ് പ്രബോധനത്തിനോടൊപ്പം പ്രസിദ്ധീകരിച്ചിരുന്ന പ്രസിദ്ധീകരണങ്ങളെല്ലാം തന്നെ മലയാളത്തിൽ, അറബി മലയാളത്തിലായിരുന്നു പ്രസിദ്ധീകരിച്ചിരുന്നത്. അവയിൽ എല്ലാം തന്നെ ഈ കാലയളവിനുള്ളിൽ കാലയവനിക്ക് ഉള്ളിൽ മറഞ്ഞു പോവുകയായിരുന്നു. പ്രബോധനം ഈ 60 വളരെ മാന്യമായി എന്ന് പറഞ്ഞാൽ ഉരുണ്ടും പെരണ്ടും ഞരങ്ങിയും ഞെങ്ങിയുമല്ല, വളരെ ഊർജ്ജസ്വലമായി തന്നെയാണ് ജീവിച്ചതും വളർന്നു വന്നതും. പ്രബോധനം ഈ കേരളീയ സമൂഹത്തിൻ്റെ മാറ്റങ്ങളോടും വളർച്ചയോടുമൊപ്പം വളരുകയും സമൂഹത്തിൻ്റെ വളർച്ചയിൽ ക്രിയാത്മകമായ പങ്കുവഹിക്കുകയും ചെയ്തുകൊണ്ടാണ് വളർന്നു വന്നിട്ടുള്ളത്. പ്രബോധനത്തിൻ്റെ സവിശേഷത സംബന്ധിച്ച് പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനമായി എടുത്തു പറയാവുന്ന ഒരു സവിശേഷത മുസ്ലിം വായനയിൽ, ഇസ്ലാമിക വായനയിൽ, മുസ്ലിം സമൂഹത്തിൽ ഒരു പുതിയ വായനാശീലം, വ്യത്യസ്തമായ ഒരു വായനാശീലം വളർത്തിയെടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും പ്രധാനമായ സവിശേഷതയായി പറയുവാനുള്ളത്. ഈ പ്രബോധനം കഴിഞ്ഞ 50 കൊല്ലമായി നടന്നു വരുന്നത് കോഴിക്കോട് നഗരത്തിലാണ്. എല്ലാ നാഗരിക സൗകര്യങ്ങളുമുള്ള നഗരത്തിൽ പ്രസിദ്ധീകരിക്കുന്ന ഒരു പത്രത്തിൻ്റെ
ഈ വക ഒരു 60-ാം വാർഷികം ഒരു വാർഷികം ആഘോഷിക്കുന്നത് ഇങ്ങനെ ഒരു കുഗ്രാമത്തിൽ കൊണ്ടുവന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായും പലരും ചോദിച്ചേക്കാം. അതിന് പ്രധാനമായ കാരണം പ്രബോധനത്തിൻ്റെ ജന്മനാട് ഈ നാടാണ് എന്നുള്ളതാണ്. പ്രബോധനത്തിൻ്റെ ജന്മനാട് മാത്രമല്ല, പ്രബോധനത്തിൻ്റെ സ്ഥാപകനും പ്രഥമ പത്രാധിപരുമായിരുന്ന മർഹൂം ഹാജി മുഹമ്മദ് അലി സാഹിബിൻ്റെയും ജന്മനാട് ഈ കുഗ്രാമമാണ്. ആ അവസ്ഥയ്ക്ക് പ്രബോധനത്തിന് ഒരാഘോഷം നടത്തിയാൽ 60-ാം വാർഷികമോ അല്ലെങ്കിൽ ഇനി ഒരു 100-ാം വാർഷികമോ ഉണ്ടാവുകയാണെങ്കിൽ അതും തുടക്കം കുറിക്കുവാൻ, ഈ ഒരു കൊല്ലത്തെ പരിപാടിയെ തുടക്കം കുറിക്കുവാൻ ഏറ്റവും പറ്റിയ ഉചിതമായ സ്ഥലം ഈ പ്രബോധനത്തിൻ്റെ ഈ ജന്മദേശം തന്നെയാണ് എന്ന് കരുതിയത് കൊണ്ടാണ് ഞങ്ങൾ ഈ ഭാഗത്തേക്ക് ഈ ഗ്രാമത്തിലേക്ക് ഈ പരിപാടി കൊണ്ടുവന്നത്. ഞങ്ങൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഇവിടെയുള്ള ആളുകൾ വളരെ ആവേശപൂർവ്വം ഇത് വിജയിപ്പിക്കുവാൻ വേണ്ടി ഇതിനു വേണ്ട എല്ലാ സഹകരണങ്ങളും ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. അതിൻ്റെ സാക്ഷ്യമാണ് എൻ്റെ മുമ്പിൽ ഈ പ്രതികൂല സാഹചര്യത്തിലും എൻ്റെ മുമ്പിലിരിക്കുന്ന ഈ വലിയ സഹോദരന്മാരുടെ ജനാവലി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രബോധനത്തിൻ്റെ ഈ നാടുമായി ഉള്ള ബന്ധമെന്ന് പറഞ്ഞാൽ, ഹാജി സാഹിബ് പ്രബോധനം 1949 സ്ഥാപിക്കുമ്പോൾ അത് അദ്ദേഹത്തിൻ്റെ കയ്യിൽ വലിയൊരു ഫണ്ട് ഉണ്ടായിട്ട് സ്ഥാപിച്ചതല്ല. വലിയ ഫണ്ടുകൾ നൽകാനുള്ള കഴിവുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിട്ടും സ്ഥാപിച്ചതല്ല. പ്രബോധനം പോലെയുള്ള ഒരു പത്രം കേരളത്തിന് ആവശ്യമാണ് എന്ന തീക്ഷണമായ ആവശ്യബോധവും ആ ആവശ്യം ഞങ്ങൾ നിവർത്തിക്കും എന്ന അചഞ്ചലമായ ഇച്ഛാശക്തിയുമായിരുന്നു ഈ പ്രബോധനത്തിൻ്റെ തുടക്കം മുതലേയുള്ള അതിൻ്റെ മൂലധനം. ആ മൂലധനത്തിൽ തന്നെയാണ് മൂലധനം കൊണ്ട് തുടങ്ങിയത് കൊണ്ട് തന്നെയാണ് ഈ 60 കൊല്ലമായിട്ടും അത് ഓരോ അടിയും മുന്നോട്ട് വെച്ചുകൊണ്ട് മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന പ്രിയങ്കനായ ജമാഅത്തെ ഇസ്ലാമി കേരള അമീർ ആരിഫ് അലി സാഹിബ് അവர்களே, നമുക്കിത് മുഖ്യ പ്രഭാഷണം നടത്താൻ വിശിഷ്ടാതിഥിയായി നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്ന ഇജാസ് അഹമ്മദ് അസ്ലം സാഹിബ് അവர்களே, അതുപോലെ വളരെ പ്രഗത്ഭരായ ജമാഅത്തെ ഇസ്ലാമിയുടെയും അതോടൊപ്പം മറ്റ് നിലവിലെല്ലാമുള്ള പ്രഗത്ഭരായ പല വ്യക്തികളും ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. പ്രിയമുള്ള നേതാക്കളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, പ്രബോധന വാരികയുടെ 60-ാം വാർഷികം അതിൻ്റെ ജന്മസ്ഥലത്ത് വെച്ച് നടത്തുന്ന ഈ സമ്മേളനത്തിൽ എന്നെ ഇതിന് വിളിച്ചതിന് ഞാൻ നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. ഉദ്ഘാടകൻ എന്നുള്ള നിലയിൽ ഒരു പ്രത്യേക സ്ഥാനമോ അതല്ലെങ്കിൽ ഒരു MP എന്നുള്ള നിലയിലോ ഉള്ള ഒരു പരിഗണനയോ ഒന്നും ആവശ്യമില്ലാത്ത ഒരാളാണ് ഈ കാര്യത്തിൽ ഞാൻ. കാരണം ഇതിൻ്റെ 60-ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിൽ നിങ്ങളെപ്പോലെ ഒരാളായി ഞാനും ഇതിൻ്റെ കൂടെ നടന്ന ഒരാളാണ്. എൻ്റെ ഒരു സംഗതി സ്വന്തമായി ഞാൻ അഭിമാനിക്കുന്നൊരു കാര്യവുമാണത്. കാരണം ഈ 60 വർഷത്തിനിടയിൽ ഒരു 25-ൻ്റെയും 30-ൻ്റെയും ഇടയിൽ ഉള്ള വർഷം ഞാൻ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. വായനക്കാരനെന്നുള്ള നിലയിൽ ഞാൻ ഒരു കാലം ഈ 70കളിലും 80കളിലുമൊക്കെ 1 ലക്കവും മുടങ്ങാതെ വായിച്ച ആളാണ്. പ്രബോധനം ടാബ്ലോയിഡ് രൂപത്തിലാകുന്ന കാലം തൊട്ട് ഞാൻ അത് വായിച്ചു തുടങ്ങിയിട്ടുണ്ട്. എല്ലാ ലക്കവും കൃത്യമായിട്ട് വായിച്ചിട്ടില്ലെങ്കിലും മിക്കവാറും എല്ലാ ലക്കങ്ങളും 60കളിൽ 70കളിൽ 80കളിലൊക്കെ വായിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. സ്ഥിരം വരിക്കാരനായിരുന്നിട്ടുണ്ട്, വാങ്ങി വായിച്ചിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്നെ ഓരോ തിരക്കാവുന്ന സമയത്ത് പിന്നെ വാങ്ങി വായിക്കുന്ന സ്വഭാവമുണ്ട്. മാത്രമല്ല എൻ്റെ ലൈബ്രറിയിൽ 2 വലിയ വോള്യങ്ങളായിട്ട് ഞാൻ പ്രബോധനം ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് പണ്ടങ്ങ് ബൈൻഡ് ചെയ്ത് വെച്ചു എന്നുള്ളതല്ല, 2 സംഗതിയെ ഞാൻ വാരികളുടെ കൂട്ടത്തിൽ ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുള്ളൂ. ഒന്ന് മുസ്ലിം വേൾഡ് ലീഗ് ജേർണലും മറ്റൊന്ന് പ്രബോധന വാരികയും. ഞാനത് ബൈൻഡ് ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഞാനത് പലപ്പോഴും റെഫർ ചെയ്തിട്ടുണ്ട്, അടുത്ത കാലത്ത് റെഫർ ചെയ്തിട്ടുണ്ട്. പല സെമിനാറിലൊക്കെ പോകുന്ന സമയത്ത് പ്രത്യേകിച്ചും ഇസ്ലാമിനെ ഒരു പ്രത്യയശാസ്ത്രം എന്നുള്ള നിലയിൽ അവതരിപ്പിക്കേണ്ട ഘട്ടത്തിലും സാമ്രാജ്യത്വത്തിൻ്റെ സംഗതികളിലും അതുപോലെ തന്നെ ഈ സാമ്രാജ്യ ശക്തികളുടെ അധിനിവേശത്തിൻ്റെ സംഗതിയിലുമൊക്കെ തന്നെ മുസ്ലിം ലോക ചലനങ്ങളിലൊക്കെ തന്നെ പലപ്പോഴും ആ ബൈൻഡ് ചെയ്ത് സൂക്ഷിച്ചതും പിന്നെയുള്ള ലക്കങ്ങളും
എനിക്ക് വളരെയേറെ പ്രയോജനപ്രദമായി തീരുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഞാൻ ഈ ഉദ്ഘാടനത്തിൽ എൻ്റേതായ ഒരു വ്യതിരിക്തതയല്ല, ഇതിലെ ഒരു അംഗം എന്നുള്ള നിലയിൽ ഞാൻ കാണുന്ന ഞാൻ സ്വന്തമായിട്ട് ഓമനിക്കുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത്. അതിലൊരു പ്രത്യേകതയുണ്ട്. കാരണം ഞാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ ആ നിലയിലുള്ള ഒരു സംഘാടകനോ പ്രവർത്തകനോ അല്ല. വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രവർത്തകനാണ്. പക്ഷേ അങ്ങനത്തെ ഒരു പ്രവർത്തകന് പോലും വാങ്ങി വായിക്കാനോ അല്ലെങ്കിൽ സൂക്ഷിക്കാനോ ഒരുവിധ പ്രയാസവുമില്ലാതെ നിലനിന്നുവെന്നത് തന്നെയാണ് പ്രബോധനത്തിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്. അതിപ്പോൾ നമ്മളുമായിട്ട് അഭിപ്രായ വ്യത്യാസമുള്ള അല്ലെങ്കിൽ നമ്മളുമായിട്ട് യോജിക്കാത്ത എന്നല്ല, നമ്മുടേതല്ലാത്ത ഒരു പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രസിദ്ധീകരണം വാങ്ങുന്ന സമയത്തോ അല്ലെങ്കിൽ അത് വായിക്കുന്ന സമയത്തോ നമുക്കുണ്ടാകുന്ന ഒരു പ്രയാസം, അങ്ങനെ ഒരു പ്രയാസം ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രബോധനത്തിൽ നിന്ന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. വിയോജിപ്പുണ്ടായിട്ടുണ്ട്. പ്രബോധനവും ഒക്കെ ആയിട്ട് പലപ്പോഴും പലർക്കും വിയോജിപ്പുണ്ടായിട്ടുണ്ട്. കുട്ടിയാമ്മ സാഹിബ് ചന്ദ്രിയൻ്റെ പത്രാധിപരായിരുന്ന സമയത്ത് ഒരു സംവാദം തന്നെ ഉണ്ടായിരുന്നു ഈ പ്രബോധനവും ചന്ദ്രിയായിട്ട്. അതിലും ചന്ദ്രിയയുടെ നിലപാടെടുത്തു. കുട്ടിയാമ്മ സാഹിബായിരുന്നു എഴുതിയിരുന്നത്. നിങ്ങൾക്ക് എല്ലാം അറിയാം, കുട്ടിയാമ്മ സാഹിബ് വളരെ പക്വതയുള്ള ഒരാളായിരുന്നു. അബ്ദുറഹ്മാൻ സാഹിബാണെന്ന് തോന്നുന്നു അതിന് മറുപടി കൊടുത്തത്. പക്ഷെ അതും ആ ഡീസൻസി നിലനിർത്തിക്കൊണ്ട് ചെയ്തു. അപ്പം ആ നിലയിൽ ഒരു 60 കൊല്ലത്തിനിടയിൽ 30 കൊല്ലം കൂടെ നടക്കാൻ കഴിഞ്ഞ ഒരാളെന്നുള്ള നിലയിൽ ഈ യോഗത്തിൽ വരുന്ന കാര്യത്തിൽ എനിക്ക് വളരെ സന്തോഷവും അഭിമാനമുണ്ട്. പിന്നെ ഇതിപ്പോൾ 49 ഒരു വാരിക ആരംഭിക്കുന്ന ഒരു കാലഘട്ടത്തിലെ പ്രയാസം, അന്നത്തെ ബുദ്ധിമുട്ട് അതെല്ലാം എല്ലാവർക്കും അറിയാം. മലയാള പ്രസിദ്ധീകരണ രംഗത്ത്, പ്രത്യേകിച്ചും ഇസ്ലാമിക പ്രസിദ്ധീകരണ രംഗത്ത് കാര്യമായ പ്രസിദ്ധീകരണം ഇല്ലാത്തൊരു സമയത്താണ് പ്രബോധനം വാരിക വരുന്നത്. ആ കാലഘട്ടത്തിൽ ഒരു പത്രം അച്ചടിക്കുക, വിതരണം ചെയ്യുക, ലേഖനങ്ങൾ വാങ്ങുക എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ദുഷ്കരമായൊരു സംഗതിയാണ്. അങ്ങനെയൊക്കെ പിന്നിട്ടിട്ടാണ് ഇപ്പോൾ എത്തിയത്. ഇപ്പോഴത്തെ ഒരു വാരിക, ഇപ്പോൾ തുടങ്ങുന്ന ഒരു വാരിക ഇനിയിപ്പോൾ കുറേ കൊല്ലം കഴിയുമ്പോൾ 25 കൊല്ലമോ 50 കൊല്ലമോ ആഘോഷിക്കുകയാണെങ്കിൽ അതിൽ പ്രത്യേകതയൊന്നുമില്ല. കാരണം പ്രിൻറ്റിംഗ് ടെക്നോളജിയിൽ അമ്പിച്ച മാറ്റം വന്നു. ഇഷ്ടം പോലെ പ്രസിദ്ധീകരണങ്ങളായി. ഒരു മുറിയിൽ ഇരുന്നിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന വിധത്തിൽ ഇൻഫർമേഷൻ ടെക്നോളജിയിൽ വന്ന മാറ്റങ്ങൾ വളരെ വലുതാണ്. അതൊന്നുമില്ലാതിരുന്നൊരു കാലത്ത്, അറബി മലയാള ഭാഷയിൽ മാത്രം കുറച്ച് പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നൊരു കാലത്ത്, വക്കമൗലവിയുടെ ദീപികയും തിരുരങ്ങാടിയിൽ നിന്ന് പ്രസിദ്ധീകരിച്ച അൽമുർഷിദും മാത്രം ഉണ്ടായിരുന്ന ഒരു കാലത്ത് മലയാള പ്രസിദ്ധീകരണവുമായി ഒരു ഇസ്ലാമിക പ്രസിദ്ധീകരണം രംഗത്ത് വന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു വഴിത്തിരിവ് തന്നെയാണ് പ്രബോധനം വാരിക ആ രംഗത്ത് നിർവഹിച്ചത്. ഞാനൊരു കാര്യം നന്ദിപൂർവ്വം ഓർക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ധാരാളം പ്രസിദ്ധീകരണമുണ്ട്. അതൊക്കെ തന്നെ അതിൻ്റേതായിട്ട് ദൗത്യം നിർവഹിക്കുന്നുണ്ട്. പക്ഷേ പ്രബോധനം വാരികയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു സ്പേസ്, ഒരു സ്ഥാനം മലയാള വായനക്കാരെന്ന് തന്നെ പറഞ്ഞുകൂടാ, ഇസ്ലാമിക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വായനക്കാർക്ക് പ്രബോധനം വാരികയോട് ഒരു കടപ്പാടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ആ കടപ്പാട് ഇസ്ലാമിനെ ഒരു ജീവിത വ്യവസ്ഥ എന്നുള്ള നിലയിൽ ലോകത്തെ അറിയിക്കുന്നതിൽ അതെടുത്ത ദുഷ്ടാപരമായ സംഭാവനയാണ്. അതിന് തുല്യതയുണ്ടെന്ന് ചോദിച്ചാൽ ഇന്ന് അതിൽ തുല്യത ഉണ്ടാവാം, പലരും വന്നിട്ടുണ്ടാകാം. പക്ഷേ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ ലോകത്തിന് മുമ്പിൽ വളരെ മനോഹരമായി പ്രബോധനം അവതരിപ്പിച്ചു. അതൊരു ചെറിയ കാര്യമല്ല നിർവഹിച്ചത്. പ്രത്യേകിച്ചും 60 കൊല്ലമായി ആ കാര്യം മുടക്കം കൂടാതെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നുവെന്നതാണ് അതിൻ്റെ പ്രത്യേകത. അതോടൊപ്പം തന്നെ കാണാൻ സാധിക്കുന്ന മറ്റൊരു സംഗതി എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഞങ്ങളൊക്കെ റെഫർ ചെയ്യാനുണ്ടായിരുന്നത്, ലോകത്തിൻ്റെ ഏതൊരു കോണിൽ ശോഭനമായ ഒരു ഇസ്ലാമിക ചലനം ഉണ്ടാവുകയാണെങ്കിലും, ഒരു ഇസ്ലാമിക് മൂവ്മെൻറ്റ് പീഡിപ്പിക്കപ്പെടുകയാണെങ്കിലും, അടിച്ചമർക്കപ്പെടുകയാണെങ്കിലും, അവിടെ അതെന്തെന്ന് ലോകത്തെ അറിയിക്കുന്ന കാര്യത്തിൽ നല്ല ആത്മാർത്ഥമായൊരു പങ്ക് ഈ വാരിക വഹിച്ചിട്ടുണ്ടെന്ന കാര്യവും ഞാൻ സന്തോഷപൂർവ്വം ഓർക്കുകയാണ്. അധിനിവേശ ശക്തികളുടെ അപകടങ്ങൾ, സാമ്രാജ്യത്വത്തിൻ്റെ കൊടുങ്ക്രൂരതകൾ, ഇതൊക്കെ തന്നെ ശരിക്ക് ഇതിൻ്റെ കോളങ്ങളിലൂടെ വായിക്കുവാൻ രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ഭൂലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന ഇസ്ലാമിക ചലനങ്ങളെക്കുറിച്ചും സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റത്തെക്കുറിച്ചുമൊക്കെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്കും ശരിക്ക് പറഞ്ഞാൽ ഒരു ഹാൻഡ് ബുക്ക് എന്നുള്ള നിലയിൽ പ്രബോധനം വാരിക ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന അഭിമാനപരിശം പറയുവാനും ഞാൻ ഈ സന്ദർഭത്തിൽ ആഗ്രഹിക്കുകയാണ്. പിന്നെ ഇവിടെ എല്ലാ വാരികൾക്കും ചർച്ചയുണ്ട്, ഡിബേറ്റ്സ് ഉണ്ട്. പക്ഷെ പലപ്പോഴും
ഡിബേറ്റ്സിന് വേണ്ടി തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ വളരെ വളരെ ദുർബലമാണ്. ഇപ്പോൾ ഇലക്ട്രോണിക് മീഡിയ വന്നതിന് ശേഷം പറയേണ്ട കാര്യമില്ല. 9 മണിക്ക് 8-8 മണിക്ക് വരെ എന്തിനാണ് വിളിക്കുന്നത് എന്ന് പലപ്പോഴും ചിന്തിക്കാൻ, എന്തെങ്കിലും ഒരു സംഗതി ആളുകളെ മെനക്കെടുത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു സംവിധാനമുണ്ട്. പ്രിന്റ് മീഡിയയിലും ഡിബേറ്റുകൾ ഗൗരവതരമായ വിഷയങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ പ്രബോധനം വാരിക പലപ്പോഴും ആശയപരമായിട്ടുള്ള ഡിബേറ്റ്സ് നടത്തിയിട്ടുണ്ട്. പല ഘട്ടങ്ങളിലും പല ലക്കങ്ങളിലും ചില ഡിബേറ്റിൽ പങ്കെടുക്കുവാനും എനിക്ക് അവസരമുണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സംഗതി കൂടി ഞാനിവിടെ പറയട്ടെ. പണ്ട് പ്രസിദ്ധീകരണങ്ങൾ വളരെ കുറവായിരുന്നു. ഇപ്പം പ്രസിദ്ധീകരണങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങൾ, അത് മതപരമായ കാര്യങ്ങൾ മാത്രം കൈകാര്യം ചെയ്യുന്നവർ, അതിൻ്റെ കൂടെ പൊളിറ്റിക്സ് എടുക്കുന്നവർ, ചിലവർ പഠനത്തിന് വേണ്ടി മാത്രമുള്ളത്, കുട്ടികൾക്കുള്ളത്, പെണ്ണുങ്ങൾ സ്ത്രീകൾക്കുള്ളത്, യുവാക്കൾക്കുള്ളത്, അങ്ങനെ പലതുമായിട്ടുണ്ട്. അങ്ങനെ പല പ്രസിദ്ധീകരണങ്ങളിലും ഒരു സംഗതി പറയാതിരിക്കാൻ വയ്യ. ഞങ്ങളൊക്കെ പലപ്പോഴും പറയാറുള്ളതാണ്. ഒരു കോളം അല്ലെങ്കിൽ ഒരു പേജ് എത്ര വിലയുള്ളതാണ്, പക്ഷെ എത്ര മോശമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ശകാരിക്കുന്നത്. എന്നെ വളരെ വളരെ വേദനിപ്പിച്ചൊരു സംഗതിയാണത്. കാരണം ഈ വാരികൾ എല്ലാവരും വാങ്ങി വായിക്കുന്നുണ്ടല്ലോ, കാരണം ഇത് പുറത്ത് നമ്മൾ വായിക്കാൻ കിട്ടുന്നതാണ്. പക്ഷെ അങ്ങനെ ഈ പ്രസിദ്ധീകരണങ്ങൾ പലതും വാങ്ങിച്ച് വായിക്കുമ്പോൾ ഇസ്ലാമിനെ കുറിച്ച് തെറ്റായ ചിന്താഗതി വെച്ച് പുലർത്തുന്ന ആളുകൾക്ക് ആ തെറ്റിദ്ധാരണ കൂട്ടാൻ എന്തിനാണ് ഒരു മുസ്ലിം പ്രസിദ്ധീകരണം എന്ന് പലപ്പോഴും വേദനയോടുകൂടി ചിന്തിച്ച ഒരാളാണ് ഞാൻ. ഖേദമുള്ള സംഗതിയാണ്. കാരണം എത്രയോ വിലപ്പെട്ട കോളങ്ങൾ, പേജ്, ഒരുമിച്ച് നിൽക്കേണ്ട ഒരു സമുദായം. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് മാത്രമല്ല, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ചർച്ചകൾ, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, പല കാര്യങ്ങളുണ്ടായിരുന്നു. ഖുലഫാ റാഷിദീങ്ങളുടെ കാലത്തുണ്ടായിരുന്നു. പക്ഷേ അഭിപ്രായ വ്യത്യാസങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഇസ്ലാമിക തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ യോജിച്ചു നിൽക്കേണ്ട ആളുകൾ പരസ്പരം അതിരൂക്ഷമായി വിമർശിക്കുകയും അനാവശ്യമായി ചീത്ത പറയുകയും നല്ല ഭാഷ അല്ലാതെ വളരെ മോശമായ ഭാഷ ഉപയോഗിക്കുകയും ചെയ്യുന്ന വിധത്തിൽ ഒരു പ്രവണത ഉയർന്നു വരുന്നതിനെതിരായി നല്ല മനസ്സുള്ള എല്ലാവരും ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അങ്ങനെ പരസ്പരം ചെളിവാരി എറിയേണ്ട ഒരു സമുദായമല്ലിത്. പ്രത്യേകിച്ചും ഇസ്ലാമിനെതിരായി ലോകമാധ്യമങ്ങൾ വളരെ സജീവമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇലക്ട്രോണിക് മീഡിയ ആവട്ടെ, പ്രിന്റ് മീഡിയ ആകട്ടെ, കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ച് ഇസ്ലാം എന്ന് പറയുന്നത് അപകടം പിടിച്ചൊരു സംഗതിയാണെന്ന് വരുത്താൻ വേണ്ടി ആഗോളതലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഗൂഢാലോചനയുടെ നടുവിൽ ഞങ്ങളുടേത് മനോഹരമായൊരു പ്രത്യയശാസ്ത്രമാണെന്ന് ലോകത്തിന് മുമ്പിൽ അവതരിപ്പിക്കുന്നതിന് പകരം, സൗഹൃദത്തിൻ്റെ, സൗമനസ്യത്തിൻ്റെ ഭാഷ പ്രയോഗിക്കുന്നതിന് പകരം ഇവൻ മോശക്കാരനാണ്, ഇവൻ ശത്രുവാണ്, ഇവൻ കുഴപ്പമുണ്ടാക്കുന്നവനാണ്, ഇവൻ ഭീകരനാണ് എന്നിത്യാദി പ്രചരണങ്ങൾക്ക് മുസ്ലിം പ്രസിദ്ധീകരണങ്ങൾ മുന്നോട്ട് വരുന്നത് തീർച്ചയായും നിരുത്സാഹപ്പെടുത്തുന്ന സംഗതിയാണ്. അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ഞാൻ സന്തോഷം ഓർക്കുന്നു. അങ്ങനെ ഒരു ദുർവ്യയമെന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അപകടകരമായിട്ടൊരു സംഗതി പ്രബോധനം വാരിക ചെയ്തിട്ടില്ല എന്നെനിക്ക് വിശ്വാസമുണ്ട്. നിങ്ങൾക്ക് ഒരു പ്രസിദ്ധീകരണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സമയത്ത് അത് വായിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ഒരുപാട് വിഷലിപ്തമായ ചിന്താഗതികൾ, അല്ലെങ്കിൽ ഒരുപാട് വെറുപ്പ്, കുറെ വിദ്വേഷം, അത് വിതച്ചേച്ച് പോകാൻ എന്തിനാണ് ഒരു പ്രസിദ്ധീകരണത്തിൻ്റെ കാര്യം? അതെല്ലാവരും ഗൗരവമായി ഒരു മിനിമം പ്രോഗ്രാം എന്നുള്ള നിലയിൽ, പ്രത്യേകിച്ചും വർത്തമാനകാല സത്യങ്ങളുടെ പശ്ചാത്തലത്തിൽ എല്ലാ പ്രസിദ്ധീകരണങ്ങളും അതിൻ്റെ ഉടമസ്ഥന്മാരും ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യം കൂടിയാണ് എന്നിവിടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ നല്ല നിലയിലുള്ള ഒരു പ്രസൻറ്റേഷനും ഖുർആനും ഹദീസിനെ സംബന്ധിച്ചുമൊക്കെയുള്ള പഠനങ്ങൾ ശരിക്ക് ഒരാഴ്ച നമ്മുടെ ഒരു ഒതുങ്ങിയ വായനയ്ക്ക്, എന്നാൽ ഗഹനമായൊരു വായനയ്ക്ക് ഉതകുന്ന വിധത്തിൽ അതും സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള പങ്ക്തിയും ചോദ്യോത്തര പങ്ക്തിയും എല്ലാം കൂടി ഒരു വായനക്കാരന്, അതുപോലെ തന്നെ രാഷ്ട്രീയമാവാം, രാഷ്ട്രീയം അറിയണം, ലോകത്ത് നടക്കുന്ന രാഷ്ട്രീയ ചലനങ്ങളെക്കുറിച്ച് അറിയണം, ഓരോ പ്രത്യയശാസ്ത്രങ്ങളുടെയും പൊള്ളത്തരങ്ങൾ എന്താണ്, നന്മ എന്താണെന്ന് ലോകം അറിയണം. ആ നിലയിൽ രാഷ്ട്രീയം, മതം, ദൈവത്തിൻ്റെ സംഗതി, അതുപോലെ തന്നെ ആശയപ്രചരണവുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സംഗതികൾ, വളരെ ആരോഗ്യപരമായ ഡിബേറ്റ്സ്, ഇതെല്ലാം തന്നെ ഓരോ ആഴ്ചയും നമ്മുടെ മുമ്പിലേക്ക് വളരെ വ്യവസ്ഥാപിതമായി എത്തിക്കുന്ന ഒരു വാരിക എന്നുള്ള നിലയിൽ ഇതിൻ്റെ പ്രസക്തി ഞാൻ മറ്റാരെക്കാളും ഞാൻ ഉൾക്കൊള്ളുകയാണ്. 60 വർഷം ചെറിയ കാലമല്ല. ഈ 60 വർഷത്തെ കൂടി ഒരു പ്രവർത്തന പരിചയം കൂടി കണക്കിലെടുത്തുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ ഇതിനേക്കാൾ നല്ല കാര്യങ്ങൾ സമുദായത്തിനും നാടിനും ചെയ്യുവാൻ ഈ മഹത്തായ പ്രസിദ്ധീകരണത്തിന് സാധിക്കട്ടെ എന്ന് ഞാൻ
ദുആ ചെയ്യുകയാണ്. പ്രബോധനത്തിൻ്റെ ഒരു പഴയകാലം മുതലുള്ള വായനക്കാരൻ എന്നുള്ള നിലയിൽ ഈ 60-ാം വാർഷികം ആഘോഷിക്കുന്ന ചരിത്ര മുഹൂർത്തത്തിൽ നിങ്ങളോടൊപ്പം വന്നു ചേരുവാൻ ഈ എളിയവൻ അവസരമുണ്ടാക്കിയതിന് നിങ്ങളോട് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവിധ നന്മയും ഈ വാരികക്ക് അതിന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ നൽകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ഉച്ചരിച്ച് ഇതിൻ്റെ വാർഷികാഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം. അൽഹംദുലില്ലാഹിൽ കരീമിൽ മഅബൂദ് വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ വാഹിദുൽ അഹദ് അൽഫർദുസ് സമദ് അല്ലദീ ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് വഅലാ ആലിഹി സ്വലാത്തൻ ബിലാ അദദ് ബാഖിയതൻ ഇലൽ അബദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅ്തു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി യുനീബ്. റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. പ്രബോധനം വാരികയെ ഗർഭം ധരിക്കുകയും പാലൂട്ടി വളർത്തുകയും ചെയ്തിട്ടുള്ള ഇടയൂരിലെ പ്രദേശവാസികളെ, ഈ പത്രത്തെ നെഞ്ചേറ്റി തടഞ്ഞിട്ടുള്ള ഇസ്ലാമിക പ്രവർത്തകരെ, ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയും വളർത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഇതിൻ്റെ അഭ്യുദയകാംക്ഷികളെ, വേദിയിൽ അതിഥികളായി വന്നെത്തിച്ചേർന്നിട്ടുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇസ്ലാമിക പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരെ, നായികമാരെ, പ്രിയമുള്ള സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രപഞ്ച സൃഷ്ടാവും കരുണാവാരിധിയുമായ അല്ലാഹുവിൻ്റെ കരുണാകടാക്ഷം നമ്മിലേവരിലും വർഷിക്കുമാറാകട്ടെ. അങ്ങേയറ്റത്തെ ആഹ്ലാദത്തോടുകൂടി, അതിരറ്റ സന്തോഷത്തോടുകൂടി, എന്നാൽ വളരെ വിനയാന്വിതനായിട്ടാണ് ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. പ്രബോധനം വാരിക പാക്ഷികമെന്ന നിലയിലും മാസിക എന്ന നിലയിലുമൊക്കെ പുറത്തിറങ്ങിയിട്ടുള്ള പ്രബോധനം എന്ന പത്രം 60 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു. 60 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു എന്നുള്ളത് മലയാള ഭാഷയിലിറങ്ങിയ ഇസ്ലാമിക പ്രസിദ്ധീകരണങ്ങളുടെ ചരിത്രത്തിൽ ഒന്നാമത്തെ സംഭവം തന്നെയാണ്. അതുകൊണ്ട് അതിന് ഗർഭം ചുമന്ന ഇടയൂർ എന്ന പ്രദേശത്തിനും അതിനെ നെഞ്ചേറ്റിയ ഇസ്ലാമിക പ്രവർത്തകർക്കും അതിന് പ്രോത്സാഹനം നൽകിയിട്ടുള്ള അതിൻ്റെ അഭ്യുദയകാംക്ഷികൾക്കും സന്തോഷിക്കാൻ വകയുണ്ട്. 60 വർഷം പിന്നിട്ടുവെങ്കിലും പിന്നിട്ടതിനേക്കാൾ ഇനി മുന്നോട്ടു പോകാനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. ആധുനിക ഇസ്ലാമിക നവോത്ഥാന സംരംഭങ്ങളുടെ നെടുനായകത്വം വഹിച്ച
സയ്യിദ് മൗദൂദി പറഞ്ഞതുപോലെ എത്ര നടന്നു കയറി എന്നുള്ളതല്ല, ഇനി എത്ര കയറാനുണ്ട് എന്നുള്ളതാണ് നമുക്ക് നോക്കാനും പരിഗണിക്കാനുമുള്ളത്. ആധുനിക ഇസ്ലാമിക നവോത്ഥാന സംരംഭങ്ങളുടെ നേതൃത്വം വഹിച്ച രണ്ട് പ്രസ്ഥാനങ്ങളാണ് ഇഖ്വാനുൽ മുസ്ലിമൂനും ജമാഅത്തെ ഇസ്ലാമിയും. വിശുദ്ധ ഖുർആൻ അവതീർണമായിട്ട് 1400 സംവത്സരങ്ങൾ കഴിഞ്ഞു. ഈ 1400 സംവത്സരങ്ങൾ അല്ലെങ്കിൽ ഏതാണ്ട് 14 നൂറ്റാണ്ട് പിന്നിട്ടതിന് ശേഷവും ഇസ്ലാം ജീവസ്സുറ്റ ഒരു ദർശനമായി, വിപ്ലവത്തിനുള്ള ആവേശമായി നിലനിൽക്കുന്നതിന് പല കാരണങ്ങളുമുണ്ട്. ആ കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ചരിത്രത്തിന്റെ വിവിധ ദശസന്ധികളിൽ ഇസ്ലാമിക ആദർശത്തെ പുനരവതരിപ്പിക്കുവാനും ഇസ്ലാമിക നവജാഗരണത്തിന് നേതൃത്വം നൽകുവാനും കഴിവുറ്റ വ്യക്തികളും പ്രസ്ഥാനങ്ങളും ജന്മം കൊണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ആ നിലയ്ക്ക് ജമാഅത്തെ ഇസ്ലാമി ഒരു നവോത്ഥാന പ്രസ്ഥാനമാണ്. ഇസ്ലാമിന്റെ സാങ്കേതിക ഭാഷയിൽ പറഞ്ഞാൽ ഒരു തെജ്ദീദി പ്രസ്ഥാനം. ഒരു തെജ്ദീദി പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നതിനേക്കാൾ കൂടുതൽ ആഴവും പരപ്പുമുള്ള കാര്യങ്ങൾ, കൂടുതൽ സങ്കീർണമായ കാര്യങ്ങൾ ഇസ്ലാമിക പ്രസ്ഥാനത്തിന് നിർവഹിക്കുവാനുണ്ട്. ചരിത്രത്തിലൂടെയുള്ള പ്രയാണത്തിൽ ഇസ്ലാമിക സമൂഹത്തിൽ വന്നു ചേർന്നിട്ടുള്ള അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും നിർമാർജനം ചെയ്ത് ഇസ്ലാമികാദർശത്തെ അതിന്റെ ആദിമ വിശുദ്ധിയിലേക്ക് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇസ്ലാഹി പ്രസ്ഥാനങ്ങൾക്ക് നിർവഹിക്കുവാനുള്ള ദൗത്യം. എന്നാൽ തെജ്ദീദി പ്രസ്ഥാനങ്ങൾക്ക്, നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് അതിനേക്കാൾ ആഴവും പരപ്പും സങ്കീർണതയുമുള്ള ദൗത്യങ്ങൾ നിർവഹിക്കുവാനുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. അതെന്താണെന്നല്ലേ? ഇസ്ലാമിക ദർശനത്തെ പുതിയ ലോകത്തും പുതിയ കാലത്തും, പുതിയ ലോകത്തിനും പുതിയ കാലത്തിനും മനസ്സിലാക്കാവുന്ന വിധത്തിൽ പുനരവതരിപ്പിക്കുക എന്നുള്ളതാണ് തെജ്ദീദി സംരംഭത്തിന്റെ ഏറ്റവും കാതലായ വശം. 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏതൊക്കെ ദർശനങ്ങളായോ ഉയർകൊണ്ടിട്ടുള്ളത്, ഏതൊക്കെ പ്രസ്ഥാനങ്ങളാണോ വളർന്നു വന്നിട്ടുള്ളത്, ആ ദർശനങ്ങളോടും ആ പ്രസ്ഥാനങ്ങളോടും സംവദിക്കാൻ കഴിയുന്ന വിധത്തിൽ ഇസ്ലാമിക ദർശനത്തിന് ഭാഷയും രീതിയും സമ്മാനിക്കുക എന്നുള്ളതാണ് ആധുനിക ഇസ്ലാമിക നവോത്ഥാന പ്രസ്ഥാനങ്ങൾക്ക് നിർവഹിക്കുവാനുണ്ടായിരുന്ന ദൗത്യം. അതിനാദ്യമായി ചെയ്യേണ്ടുന്ന കാര്യമെന്താണ്? ഇസ്ലാമിന് നേർവിപരീതമായി നിൽക്കുന്ന ദർശനങ്ങളെയാണ് ഇസ്ലാമിന്റെ ഭാഷയിൽ ജാഹിലിയത്ത് എന്ന് പറയുന്നത്. ജാഹിലിയത്തിനെ അതിന്റെ പ്രകടന രംഗങ്ങളുമായി കൂട്ടിച്ചേർത്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചിട്ടുള്ളത്. ലന്നുൽ ജാഹിലിയ,
ജാഹിലിയ ഊഹാപോഹങ്ങൾ, അജ്ഞതയുടെ അടിസ്ഥാനത്തിലുള്ള ദർശനങ്ങളും സിദ്ധാന്തങ്ങളും, ആ സിദ്ധാന്തങ്ങളുടെ മേൽ കെട്ടിപ്പടുക്കപ്പെട്ടിട്ടുള്ള ഭരണ സംവിധാനവും ഭരണകൂടവും ഹുക്കുമുൽ ജാഹിലിയ, ജാഹിലിയ വ്യവസ്ഥിതി. ആ ജാഹിലിയ വ്യവസ്ഥിതി സമ്മാനിക്കുന്ന നാഗരികതകളും സംസ്കാരങ്ങളും തബറുജുൽ ജാഹിലിയ, ജാഹിലിയ വ്യവസ്ഥിതിക്ക് കീഴിൽ വളർന്നുവരുന്ന പക്ഷപാതിത്വങ്ങളും സങ്കുചിത വംശീയതകളും സങ്കുചിത ദേശീയതകളും ഹമിയത്തുൽ ജാഹിലിയ. ഈ ലന്നുൽ ജാഹിലിയത്തിനെയും ഹുക്കുമുൽ ജാഹിലിയത്തിനെയും ഹമിയത്തുൽ ജാഹിലിയത്തിനെയും തബറുജുൽ ജാഹിലിയത്തിനെയും ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളത് അതിന്റെ മൂലസിദ്ധാന്തങ്ങളെയും അതിന്റെ പ്രകടന രംഗങ്ങളെയും അതുമൂലമുണ്ടായിത്തീരുന്ന വൈഗ്രഹങ്ങളെയും തിരിച്ചറിയുക എന്നുള്ളത് ഒരു നവോത്ഥാന പ്രസ്ഥാനത്തിന് വളരെ അനിവാര്യമായിട്ടുള്ള കാര്യമാണ്. അവയെല്ലാം തിരിച്ചറിഞ്ഞതിന് ശേഷം അവയെ അഡ്രസ് ചെയ്തുകൊണ്ട്, അവയെ സംബോധന ചെയ്തുകൊണ്ട് ഇസ്ലാമിക ദർശനത്തെ പുനരവതരിപ്പിക്കുക എന്നുള്ള മഹത്തായ ദൗത്യമാണ് ഒരു ഇസ്ലാമിക പ്രസ്ഥാനം, നവോത്ഥാന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് നിർവഹിക്കാനുണ്ടായിരുന്ന ദൗത്യം. ആ ദൗത്യമാണ് ജമാഅത്തെ ഇസ്ലാമി നിർവഹിച്ചത്. ആ ദൗത്യം നിർവഹിക്കുന്നതിന് ജമാഅത്തെ ഇസ്ലാമിയുടെ ജിഹ്വയായി, അതിന്റെ നാവായി, അവന്റെ ഭാഷണമായി പ്രവർത്തിച്ചിട്ടുള്ള ഓർഗൻ, അതിന്റെ അവയവമായിരുന്നു യഥാർത്ഥത്തിൽ പ്രബോധനം എന്ന് പറയുന്നത്. ബഹുമാന്യനായ ഇ.ടി. മുഹമ്മദ് ബഷീർ പ്രബോധനം നൽകിയ സംഭാവനകളെ ഏറ്റവും സംക്ഷിപ്തമായി ഇവിടെ വിശദീകരിക്കുകയുണ്ടായി. ആ സംഭാവനകൾ നൽകുവാനുള്ള യോഗ്യത പ്രബോധനത്തിന് വെറുതെ വന്നുചേർന്നിട്ടുള്ളതല്ല, മറിച്ച് ലോകത്തുടനീളം ആഞ്ഞുവീശിയിട്ടുള്ള ഇസ്ലാമിക നവോത്ഥാന സംരംഭങ്ങളുടെ തുടർച്ചയെന്നോണവും പടർച്ചയെന്നോണവും കേരളത്തിലുണ്ടായിട്ടുള്ള നവോത്ഥാന പ്രസ്ഥാനത്തിന്റെ ജിഹ്വ എന്നുള്ള നിലയിൽ പ്രബോധനം ബോധപൂർവം നിർവഹിച്ചിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ ഇവിടെ വിശദീകരിക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രബോധനം നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം അത് തന്നെയാണ്. പ്രബോധനം വരുന്നതിന് മുമ്പ് ഇസ്ലാമിന്റെ കാര്യങ്ങൾ ഈ രാജ്യത്തിലെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. മുസ്ലിങ്ങളല്ലാത്ത സഹോദര സമുദായങ്ങളിൽപ്പെട്ട ആളുകൾക്ക് അശേഷം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നില്ല. അവർക്ക് മനസ്സിലാകുന്ന ഒരു ഭാഷയിലല്ല അവർ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഒന്നുകിൽ അറബി ഭാഷയിലായിരുന്നു, അല്ലെങ്കിൽ മലയാളം ഭാഷയിലായിരുന്നു. ഇനി അഥവാ മലയാള ഭാഷയിൽ തന്നെയായിരുന്നുവെങ്കിലും അതിന്റെ ഉള്ളടക്കവും അതിലെ പ്രയോഗങ്ങളും അതിലുപയോഗിക്കുന്ന വാചകങ്ങളും ആധുനിക ലോകത്ത് ജീവിക്കുന്ന ഒരു മുസ്ലിമിനോ മുസ്ലിം അല്ലാത്ത ഒരാൾക്കോ മനസ്സിലാക്കാൻ സഹായകമാകുന്ന സ്വഭാവത്തിലായിരുന്നില്ല. മാത്രമല്ല, ആധുനിക പ്രവണതകളെയോ ആധുനിക ദർശനങ്ങളെയോ
ആധുനികമായ സമൂഹങ്ങളെയോ അഭിസംബോധന ചെയ്യാൻ ഒട്ടും കൽപ്പിച്ചതായിരുന്നില്ല മലയാള പ്രസിദ്ധീകരണങ്ങളുടെ പോലും ഭാഷ. പുതിയ കാലഘട്ടത്തിന്റെ ഭാഷയിലും ശൈലിയും ഇസ്ലാമിക ദർശനത്തെ പുനരവതരിപ്പിക്കുന്ന വഴി അതിനെ അംഗീകരിക്കാൻ തയ്യാറുള്ളവർക്ക് അംഗീകരിക്കാൻ കഴിയുകയും അതിനെ വിമർശിക്കുവാൻ തയ്യാറുള്ളവർക്ക് അതിനുള്ള സൗകര്യം ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രബോധനം കൊണ്ടുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ നേട്ടം. ആ നേട്ടം പ്രബോധനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച അതിന്റെ എഡിറ്റർമാർക്കോ അതിന്റെ പിന്നണിയിലുണ്ടായിരുന്ന മറ്റു ജോലിക്കാർക്കോ അവകാശപ്പെട്ടതല്ല, മറിച്ച് ലോകത്തിന്റെ ഏതൊരു ഭാഗത്ത് മലയാളിയുണ്ടോ ആ മലയാളിയുടെ കരങ്ങളിലേക്ക് പ്രബോധനം എത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഇതിന്റെ വാഹകരും പ്രചാരകരുമായിട്ടുള്ള ഇസ്ലാമിക പ്രസ്ഥാന പ്രവർത്തകർക്ക് അവകാശപ്പെട്ടതാണ് ഈ നേട്ടമെല്ലാം എന്ന് ഞാനിവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ചുമലിലേറ്റ് വിതരണം ചെയ്തവർ, ഇത് തലയിലേറ്റ് വിതരണം ചെയ്തവർ എല്ലാവരും മലയാള ഭാഷ വായിക്കാൻ അറിയാവുന്നവരായിരുന്നില്ല. വായിക്കാൻ അറിയാവുന്നവർ തന്നെ ചിലരെങ്കിലും പ്രബോധനത്തിന്റെ ഭാഷ മനസ്സിലാകുന്നവരായിരുന്നില്ല. ബീഡിക്കമ്പനികളിലും പണിയിടങ്ങളിലും പാടത്തും പീഡികക്കോലായികളിലും പുകപിടിച്ച ആപ്പീസുകളിലും പ്രബോധനം വായിക്കുകയും വളരെ ശ്രദ്ധയോടുകൂടി ചർച്ച ചെയ്യുകയും ചർച്ച ചെയ്തതിന് ശേഷം മാത്രം പ്രബോധനത്തിന്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കുകയും ചെയ്തിട്ടുള്ള സാധാരണക്കാരാണ് യഥാർത്ഥത്തിൽ പ്രബോധനത്തെ വളർത്തിയത് എന്നെനിക്ക് പറയാൻ കഴിയും. അവരാണ് ഇതിനെ നെഞ്ചിലേറ്റിയവർ. അവരാണിതിന്റെ പ്രചാരകർ. അവരാണ് ഇതിന് വായുവും വെള്ളവും നൽകിയവർ. അവരാണിതിന് വെള്ളവും വളവും നൽകിയവർ. ഞാനവരെ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. ആദ്യകാലത്തിൽ അനുഭവിച്ച ത്യാഗങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നതിൽ അർത്ഥമില്ല. ബഹുമാന്യനായ ടി.കെ. സാഹിബിന്റെ പ്രൗഢമായ പ്രസംഗം ഇനി വരാനിരിക്കുകയാണ്. ഹാജി സാഹിബ് ഈ ലോകത്തോട് വിട പറഞ്ഞതിന് ശേഷം 2 വർഷം കഴിഞ്ഞാണ് ഈ ഉള്ളവൻ ജനിക്കുന്നത്. പ്രബോധനത്തിന്റെ ആദ്യകാലത്തെ ത്യാഗാനുഭവങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം കേട്ടുകേൾവി മാത്രമാണ്. കേട്ടുകേൾവിയിലൂടെ അറിഞ്ഞ ഞാനല്ല ത്യാഗത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത്. അനുഭവസ്ഥരായ ആളുകളാണെന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കാര്യങ്ങൾ വിടുകയാണ് ചെയ്യുന്നത്. ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഉദ്ദിഷ്ട നിലവാരത്തിലുള്ള ഒരു പത്രമായി പ്രബോധനം മാറി എന്ന് നാം ആഹ്ലാദം കൊള്ളുന്നു എന്ന് വിചാരിക്കരുത്. ഇനിയും പ്രബോധനത്തിന് വളരെ വലിയ വഴികൾ താണ്ടിക്കയറുവാനുണ്ട്. പുതുതായി വരുന്ന പ്രവണതകളെ, 21ാം നൂറ്റാണ്ടിന്റെ വെല്ലുവിളികളെ, പോസ്റ്റ് മോഡേണിസത്തിന്റെ സാധ്യതകളെയും വെല്ലുവിളികളെയും ഒരുപോലെ നേരിട്ടുകൊണ്ട് ഇസ്ലാമിന്റെ ദർശനത്തെ വികസിപ്പിച്ചെടുത്തുകൊണ്ട് വന്നുകൊണ്ടിരിക്കുന്ന പുതിയ ലോകത്തെയും പുതിയ കാലത്തെയും അഭിമുഖീകരിക്കുവാനുള്ള ശേഷിയുണ്ടാക്കി തീർക്കുക എന്നുള്ള ദൗത്യം വരും നാളുകളിൽ പ്രബോധനം നിർവഹിക്കേണ്ടതായിട്ടുണ്ട്. അത് നിർവഹിക്കുവാൻ പ്രബോധനത്തിന് കഴിയും എന്നു തന്നെ നമുക്ക് ആശിക്കാം. സയ്യിദ് മൗദൂദി കഴിഞ്ഞ നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ ജീവിച്ചിരുന്ന
മഹാനായ ഒരു പരിഷ്കർത്താവാണ്. അദ്ദേഹം തുടക്കം കുറിച്ചിട്ടുള്ള പരിഷ്കരണം കഴിഞ്ഞ നൂറ്റാണ്ടിനെയും കടന്ന് പുതിയ നൂറ്റാണ്ടിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പുതിയ വെല്ലുവിളികൾ തികച്ചും വ്യത്യസ്തമാണ്. പുതിയ കാലവും പുതിയ ലോകവും വളരെ വ്യത്യസ്തമാണ്. പുതിയ കാലവും പുതിയ വെല്ലുവിളികളും വളരെ വ്യത്യസ്തമായതുകൊണ്ട് പുതിയ കാലത്തെയും പുതിയ ലോകത്തെയും അഭിമുഖീകരിക്കാനുള്ള ശേഷിയിലേക്കാണ് പ്രബോധനം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പ്രബോധനത്തിന്റെ നെഞ്ചേറ്റിയവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. മൗദൂദി സാഹിബിന്റെ നവോത്ഥാനത്തിൽ അദ്ദേഹം ഊന്നിപ്പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഖുർആനിന് പ്രഥമ സ്ഥാനവും സുന്നത്തിന് രണ്ടാം സ്ഥാനവും പണ്ഡിതന്മാരുടെ വചനങ്ങൾക്ക് ശേഷമുള്ള സ്ഥാനവും നൽകുക എന്നുള്ളതാണ് ഒരു നവോത്ഥാനത്തിന്റെ ഏറ്റവും ശരിയായ നീതി. ഖുർആനിനെയും സുന്നത്തിനെയും അവഗണിച്ചുകൊണ്ട് പണ്ഡിതന്മാരുടെ വാക്കുകൾക്ക് പ്രാമുഖ്യം നൽകി എന്നുള്ളതാണ് ഇസ്ലാമിക സമൂഹത്തിന്റെ വളർച്ച ഹിജ്റ 3-ാം നൂറ്റാണ്ടിലോ 4-ാം നൂറ്റാണ്ടിലോ അസ്തമിച്ചു പോകുവാനുള്ള കാരണം. അതിൽ നിന്നും പുതിയ മുൻഗണനാക്രമത്തിലേക്ക്, ശരിയായ മുൻഗണനാക്രമത്തിലേക്ക് നവോത്ഥാന സംരംഭങ്ങളെ കൊണ്ടുപോകാനുള്ള ശ്രമമായിരുന്നു സയ്യിദ് മൗദൂദിയുടെ ശ്രമം. ആ ശ്രമത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ട് പ്രബോധനത്തിനും ചെയ്യാനുള്ളത് അതുതന്നെയാണ്. സയ്യിദ് മൗദൂദിയും ഒരു പണ്ഡിതനായിരുന്നു, പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു, നവോത്ഥാന നായകനായിരുന്നു. സയ്യിദ് മൗദൂദിയും പണ്ഡിത ശ്രേഷ്ഠനായിരുന്നു എന്നിരിക്കെ ഏതൊരു മുൻഗണനയാണോ സയ്യിദ് മൗദൂദി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്, അതേ മുൻഗണനയിൽ തന്നെ കാര്യങ്ങൾ കാണുവാനാണ് നാം ആഗ്രഹിക്കുന്നത്. വിശുദ്ധ ഖുർആനിന്റെ 1-ാം സ്ഥാനത്തും പ്രവാചകചര്യയെ 2-ാം സ്ഥാനത്തും ഖലീഫമാരുടെയും സഹാബിമാരുടെയും നിലപാടുകളെ 3-ാം സ്ഥാനത്തും അതിനുശേഷം വന്നിട്ടുള്ള പണ്ഡിതന്മാരെ, സയ്യിദ് മൗദൂദി അടക്കമുള്ള പണ്ഡിതന്മാരെ തുടർന്നുള്ള സ്ഥാനങ്ങളിലും കണ്ടുകൊണ്ടുള്ള നവോത്ഥാന പരിശ്രമങ്ങളുമായിട്ടാണ് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രസ്ഥാനം മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതേ വഴിയിൽ തന്നെ പ്രബോധനവും സഞ്ചരിക്കും എന്ന് വിനീതമായി പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ എന്റെ സംസാരം ഞാൻ നീട്ടിക്കൊണ്ടുപോകുന്നില്ല. എല്ലാവരെയും ഞാൻ അഭിവാദനം ചെയ്യുകയാണ്. എടയൂർ നിവാസികളെ, പ്രസ്ഥാന പ്രവർത്തകരെ, പ്രസ്ഥാന നായകരെ, ഈ പ്രസ്ഥാനത്തിന്റെയും ഈ പ്രസിദ്ധീകരണത്തിനെയും അഭ്യുദയകാംക്ഷികളെ, ഈ പ്രസ്ഥാനത്തെയും സ്ഥാപനത്തെയും സഹായിച്ചിട്ടുള്ളവരെ എല്ലാം ഒന്നുകൂടി അഭിവാദനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വരും നാളുകളിലും ലോകത്തിലെ ഇസ്ലാമിക ചലനങ്ങളെ കേരളീയ സമൂഹത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടും ഇസ്ലാമിക ദർശനത്തെ പുതിയ ലോകത്ത് പുനരവതരിപ്പിച്ചുകൊണ്ടും കേരളത്തിലുള്ള മുഴുവൻ ജനവിഭാഗങ്ങളുമായി, മതവിഭാഗങ്ങളും മതേതര വിഭാഗങ്ങളുമായും സംവദിച്ചുകൊണ്ടുമുള്ള പ്രബോധനത്തിന്റെ പ്രയാണം വളരെ ശക്തമായി തുടരും എന്ന് ഒന്നുകൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ കരീം വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ ഇലാ യൗമിദ്ദീൻ. May praise be to Allah subhanahu wa ta'ala, in whom we believe, before whom we bow our head, and to whom we submit and surrender. We praise Him
and we have belief in him. May his choicest blessings be upon his prophets and messengers who were sent from time to time to guide the mankind, and especially on the last and greatest among them, Sayyidina Muhammad sallallahu alaihi wasallam. May Allah bless his wives, his Sahaba, and all those people who have been following him from his time and who will be following him up to the end of time. Respected Amir Halqa of Jamaat Islami Kerala, Janab T. Arif Ali Sahab, and the respected MP, Mr. Muhammad Bashir, who had been delivering his speech in the beginning, all other leaders and dignitaries of Jamaat Islami, other intellectuals who are sitting on the dais, and my dear brothers and sisters who are assembled here on this memorable day when we are celebrating the 60th anniversary of this path-breaking and historical magazine, Prabodhanam. It was in 1949, 60 complete years back, when Haji V.P. Muhammad Ali Sahab had established this very important, very basic and revolutionary magazine. Times were very hard. India had gained independence just 2 years back in 1947. World was suffering from the consequences of Second World War, which raged from 1939 to 1945, a period of 6 long years. World was in a very bad shape. Communism had captured a very big chunk of land. USSR was in ascendance. At that time, Muslims were in very bad shape. The Turkish Khilafat had been done away with in the beginning of the 20th century, and Muslims, they were still carrying the burden of the backwardness of 18th and 19th century. They were suffering under the yoke of colonialism, which had enslaved them, which had deprived them of all the good things of life, and because of which they were suffering from a sort of frustration. Islam in the 18th and 19th centuries was made just a limited religion with limited appeal. Islamic philosophy had become very weak, and religion was confined to certain rituals. At that time, towards the end of the first half of 20th century, Sayyid Abul Ala Maududi, he started his magazine, Tarjuman al-Quran, and he gave a new message to the Muslim Ummah to awake, to go back to the roots of Quran and Hadith, and to renew and renovate its belief in Allah subhanahu wa ta'ala. Communism was calling shots, dictatorship was raising its head, Muslim countries were in a very bad shape. In the 1930s and 40s, Sayyid Abul Ala Maududi, who was a young man at that time, he wrote about the reality of Islam. He explained and said that Islam is a way of life. Islam has been revealed through all the prophets in all the times, right from Adam alayhi salam to Sayyidina Muhammad sallallahu alayhi wa sallam. It was a difficult time because most of the ulama, they were not ready to understand the depth and the vastness of the message of Islam. Muhammad Maududi started this jihad with his pen.
And after the establishment of Jamaat-e-Islami in 1941, at that time the struggle for gaining independence for India was continuing. Therefore, most of the people, they did not pay proper attention to this message. And here comes the role of Haji Sahab. Haji Sahab, Kerala also was feeling the effects of change, and just 2 years after independence in 1949, here, in this plot of land on which you are sitting, which was donated by him, he started this Prabodhanam. Prabodhanam was a different type of magazine, a magazine which was unveiling the realities of Islam, which was explaining the deeper meanings of Quran, and which had a message to the Muslims to understand Islam, and which at the same time was presenting the Islamic message and the Islamic dimensions of life before non-Muslims. For 10 long years, Haji Sahab, he published it from here, and then it was transferred to Maripurno in Calicut. അള്ളാഹുവിന് സ്തുതി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുമാറാകട്ടെ. വേദിയിലിരിക്കുന്ന ടി ആരിഫ് അലി സാഹബ്, ഉദ്ഘാടനം ചെയ്ത ടി മുഹമ്മദ് ബഷീർ, സഹോദരന്മാരെ, സഹോദരികളെ, പ്രബോധനം അതിൻ്റെ 60ാം വാർഷികം ആഘോഷിക്കുകയാണ്. 1949 ഹാജി വി.പി. മുഹമ്മദ് അലി സാഹിബാണ് ഈ പത്രം ആരംഭിച്ചത്. സമൂഹത്തിൽ വളരെയേറെ പരിവർത്തനങ്ങൾക്കും വിപ്ലവത്തിനും കാരണമായി തീർന്ന ഒരു പത്രമായിരുന്നു അത്. 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസകരമായ ഒരു അനുഭവം, ഒരു സന്ദർഭമായിരുന്നു അത്. 1943 ആരംഭിച്ച് 6 വർഷത്തോളം നീണ്ടുനിന്ന രണ്ടാം ലോകമഹായുദ്ധം, ഇന്ത്യയുടെ സ്വാതന്ത്ര്യം പോലെയുള്ള സംഭവങ്ങൾ ആ സന്ദർഭത്തിൽ വളരെ വിഷമങ്ങൾ സൃഷ്ടിച്ച ഘട്ടമായിരുന്നു അത്. കമ്മ്യൂണിസം അതിൻ്റെ എല്ലാ ശക്തിയും പ്രകടിപ്പിച്ച് പല രാജ്യങ്ങളും പിടിച്ചെടുത്ത് കഴിഞ്ഞിരുന്നു. മുസ്ലിങ്ങളാകട്ടെ വളരെ മോശമായ ഒരവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. തുർക്കിയിൽ അവശേഷിച്ച ഖിലാഫത്ത് പോലും അതോടെ നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. കൊളോണിയലിസം, പാശ്ചാത്യൻ കൊളോണിയലിസം അതിൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് മുസ്ലിം രാജ്യങ്ങളെ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരുന്നു. ഇസ്ലാം കേവലം ഒരു പരിമിതമായ മതം മാത്രമായി, ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും മതം മാത്രമായി മാറിക്കഴിഞ്ഞിരുന്നു. ഇസ്ലാമിൻ്റെ ഫിലോസഫിയും തത്വശാസ്ത്രവും വളരെ ദുർബലമായ ഒരവസ്ഥയിലായിരുന്നു. ഇസ്ലാം എന്ന് പറയുന്നത് കേവലം ആരാധനകളും പൂജകളും മാത്രം ഉൾക്കൊള്ളുന്ന ഒന്നായി കണക്കാക്കപ്പെട്ട ഒരു ഘട്ടമായിരുന്നു അത്. ഈ സന്ദർഭത്തിലാണ് സയ്യിദ് അബുൽ അല മൗദൂദി അദ്ദേഹത്തിന്റെ തർജുമാനിൽ ഖുർആനിലൂടെ ഇസ്ലാമിന് ഒരു ഇസ്ലാമിക നവോത്ഥാനത്തിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത്. ഖുർആനും ഹദീസും ആധാരമാക്കിക്കൊണ്ട് ഇസ്ലാമിന്റെ ഒരു നവരൂപം ജനങ്ങളുടെ മുമ്പിൽ അദ്ദേഹം സമർപ്പിക്കുകയുണ്ടായി. 1930-40 കാലഘട്ടത്തിലായിരുന്നു അത്. മൗദൂദി സാഹിബ് അന്നേ ആ കാലത്ത് വളരെ യുവാവായ ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ഇസ്ലാമിന്റെ യാഥാർത്ഥ്യം ജനങ്ങൾക്ക് മുമ്പാകെ തുറന്നു വെച്ചു. കേവലം ആരാധനകൾക്കും അനുഷ്ഠാനങ്ങൾക്കും അപ്പുറം ഇസ്ലാം ഒരു ജീവിത വ്യവസ്ഥയാണെന്ന യാഥാർത്ഥ്യം അദ്ദേഹം ജനങ്ങളുടെ മുമ്പിൽ വെച്ചു. പക്ഷെ പണ്ഡിതന്മാർ പോലും അദ്ദേഹത്തിന്റെ ആ ഇസ്ലാമിനെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് അംഗീകരിക്കുവാൻ സന്നദ്ധരായിരുന്നില്ല. നേരത്തെ പറഞ്ഞ വിഷമകരമായ ആ സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ ആശയങ്ങൾക്ക് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കുവാൻ നാട്ടിൽ ഇന്ത്യയിൽ പൊതുവെ ആളുകളുണ്ടായിരുന്നില്ല. ഈ ഘട്ടത്തിലാണ് ഹാജി സാഹിബ് അദ്ദേഹത്തിന്റെ സന്ദേശവും പേറി കേരളത്തിലേക്ക് വന്നത്. കേരളത്തിൽ അദ്ദേഹം അതിന്റെ ഏറ്റവും സുത്യർഹമായ സേവനമാണ് അദ്ദേഹം നിർവഹിച്ചത്. പ്രബോധനത്തിന്റെ ആരംഭം അതിൽ ഒന്നായിരുന്നു. പ്രബോധനത്തിന്റെ പഴയ ലക്കങ്ങൾ മറിച്ചു നോക്കിയാൽ ആ കാലഘട്ടത്തിൽ അദ്ദേഹം സമൂഹത്തിന്റെ മുമ്പാകെ അവതരിപ്പിച്ച ആശയങ്ങൾ എന്തെല്ലാമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇസ്ലാമിനെയും അതിന്റെ പ്രത്യയശാസ്ത്രത്തിനെയും വളരെ ആഴത്തിൽ വിശകലനം ചെയ്യുകയും
ഖുർആനിക സൂക്തങ്ങളെ വളരെ സമർത്ഥമായും വിശദമായും വിശദീകരിക്കുകയും ചെയ്യുന്ന ലേഖനങ്ങൾ നമുക്കതിൽ കാണുവാൻ കഴിയും. ഇസ്ലാമിന്റെ ബൃഹത്തായ അതിന്റെ സമ്പൂർണമായ ഒരു വശം ജനങ്ങളുടെ മുമ്പാകെ അദ്ദേഹത്തിന് സമർപ്പിക്കുവാൻ കഴിഞ്ഞു. 10 വർഷത്തോളം ഈ പ്രദേശത്ത് നിന്നാണ് പ്രബോധനം പ്രസിദ്ധീകരണം നടത്തിക്കൊണ്ടിരുന്നത്. പിന്നീടാണ് അത് കോഴിക്കോട് നഗരത്തിലേക്ക് മാറുകയുണ്ടായത്. വളരെ കുറച്ച് ഈ സംഭവം മുൻപ് വെച്ച് പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ലോകത്ത് പരിവർത്തനങ്ങളും വിപ്ലവം സൃഷ്ടിച്ചിട്ടുള്ളത് വളരെ കുറച്ച് ആളുകൾ മാത്രമാണ്. ആ കുറഞ്ഞ ആളുകളിൽ ഒരാളായിരുന്നു ഹാജി സാഹിബ് നമുക്ക് കാണുവാൻ കഴിയും. അദ്ദേഹം ദൈവത്തിന്റെ മനുഷ്യനായിരുന്നു, അള്ളാഹുവിന് വേണ്ടി ജീവിച്ച മനുഷ്യനായിരുന്നു, ഇസ്ലാമിനെ സ്നേഹിച്ച മനുഷ്യനായിരുന്നു, മുസ്ലിങ്ങളെ സ്നേഹിച്ച മനുഷ്യനായിരുന്നു. സയ്യിദ് ഹാമിദ് അലി അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഒരു സംഭവം ഞാൻ ഓർക്കുകയാണ്. സയ്യിദ് ഹാമിദ് അലി സാഹിബ് എന്നോട് പറയുകയുണ്ടായി, 1980 തോന്നുന്നു അത്. ആ സമയത്ത് ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ കൊടുമ്പിരിക്കൊള്ളുകയാണ്. തീവണ്ടികളിൽ പോലും സുരക്ഷിതമായി സഞ്ചരിക്കുവാൻ സാധ്യമല്ലാത്ത കാലമായിരുന്നു അത്. വണ്ടികളിൽ നിന്ന് ആളുകളെ പിടിച്ച് പുറത്തിറക്കി കൊണ്ടുകൊണ്ടിരുന്ന കാലത്ത് ഡൽഹിയിൽ നടന്ന ഒരു സമ്മേളനത്തിലേക്ക് ഹാജി സാഹിബ് എത്തിപ്പെട്ടു. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് താങ്കൾ ഇവിടെ എത്തിയത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി, മനസ്സിൽ ഈമാനും മുകളിലൊരു ദൈവവും അള്ളാഹുവും ഉണ്ടെങ്കിൽ എന്തും സാധ്യമാണ് എന്നായിരുന്നു. അത്രയും ശക്തമായിരുന്നു അദ്ദേഹത്തിന്റെ ഈമാൻ. ആ ഈമാൻ എന്നെ ഓർമ്മിപ്പിക്കുന്നത് മുസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന സഹാബിയെയാണ്. സമ്പന്നനായ സഹാബി, യുവാവായ സഹാബി. അദ്ദേഹം തന്റെ എല്ലാം ഉപേക്ഷിച്ച് മുസ്ലിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകുന്നതിന് മുമ്പ് തന്നെ ഹിജറ പോവുകയും വളരെ ദരിദ്രമായ ഒരു വേഷത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കാണാനിടയാവുകയും ചെയ്തു. ഒരൊറ്റ വസ്ത്രം കൊണ്ട് മാത്രം ശരീരം മറച്ച ആ മനുഷ്യനെ കണ്ടപ്പോൾ, തണുത്ത ആ കാലാവസ്ഥയിൽ പോലും വിറച്ചുകൊണ്ടിരുന്ന ആ മനുഷ്യനെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്വേഷിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടിയും ഇത് തന്നെയായിരുന്നു. അള്ളാഹു മുകളിലും ഈമാൻ മനസ്സിലുമുണ്ടെങ്കിൽ ഒന്നും പ്രശ്നമല്ല എന്ന് തന്നെയായിരുന്നു അദ്ദേഹവും പറഞ്ഞത്. ഇത് തന്നെയായിരുന്നു ഹാജി സാഹിബിന്റെയും കഥ. അദ്ദേഹം ഇസ്ലാമിന് വേണ്ടി പ്രവർത്തനം ആരംഭിക്കുമ്പോൾ 20 അദ്ദേഹത്തിന്റെ പ്രായം. 45 വയസ്സിൽ അദ്ദേഹം മരിക്കുകയും ചെയ്തു. 25 വർഷക്കാലം തന്റെ ജീവിതത്തിലെ യുവത്വത്തിന്റെ 25 വർഷക്കാലമാണ് അദ്ദേഹം ഇസ്ലാമിനോടൊപ്പം ഉണ്ടായിരുന്നത്. ഇത് അദ്ദേഹത്തിന്റെ ഇസ്ലാമിന് വേണ്ടി ചെയ്തിട്ടുള്ള സേവനത്തിന്റെ മഹത്വം വ്യക്തമാക്കുന്ന സംഗതിയാണ്. ഒരു കവിതാശകലമുണ്ട്, കല്ലുകൊണ്ടും ഇഷ്ടിക കൊണ്ടും മാത്രമല്ല പുതിയ ലോകങ്ങൾ ഉണ്ടാകുന്നത്, മറിച്ച് ചിന്തകൾ കൊണ്ടാണ് എന്ന്. ഹാജി സാഹിബിന്റെ കാര്യത്തിൽ ഈ പറഞ്ഞ വാക്യം അങ്ങേയറ്റം അന്വർത്ഥമായിരിക്കുന്നു എന്ന് പറയാതെ നിവൃത്തിയില്ല. ഇന്ന് നാം നോക്കുമ്പോൾ ഇസ്ലാം എന്ന് പറയുന്നത് ഒരു അടഞ്ഞ അധ്യായമല്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെയുള്ള ഒരവസ്ഥയിലല്ല ഇസ്ലാം എന്നുള്ളത്. ഇന്ന് ലോകം ഇസ്ലാമിനെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ഭാവിയിൽ ഇസ്ലാം വളരെ നമ്മുടെ ജീവിതത്തിൽ ലോകത്തിന്റെ ഭാവിയിൽ തന്നെ വമ്പിച്ച പങ്ക് വഹിക്കുവാൻ പോകുന്നു എന്ന് ധൈര്യമായി ഇന്ന് പറയുവാൻ എനിക്ക് കഴിയും. അതിന്റെ ഇന്നത്തെ അവസ്ഥയും ലോകം അതിനോടിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന സമീപനവും തീർച്ചയായും അങ്ങനെ ഒരു നല്ല ഭാവിയെക്കുറിച്ച സൂചനയാണ് നൽകുന്നത്. അങ്ങനെ ഇസ്ലാമിന് ഒരു നല്ല ഭാവി ഉണ്ടാകണം എന്നുള്ളതിൽ എഴുത്തുകാർക്കും ചിന്തകന്മാർക്കും എല്ലാം ധാരാളം പങ്കുവഹിക്കാനുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ ഹൃദയത്തിൽ ശക്തമായ ഒരു ഹൃദയവും ഉള്ളിൽ ശക്തമായ ഒരു ഹൃദയവും മുകളിൽ സർവശക്തനായ ദൈവവുമുണ്ടെങ്കിൽ സാധിക്കാത്ത കാര്യങ്ങളില്ല. ഇസ്ലാമിന്റെ കാര്യത്തിൽ ഈ ഒരു കാഴ്ചപ്പാട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ സംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ഇനി ഇവിടെ നടക്കേണ്ടത് ഒരു സമ്മാനദാനമാണ്. പ്രബോധനം വാരികയുടെ 60ാം വാർഷികാഘോഷ പരിപാടികളുടെ എംബ്ലം 10ഓളം എൻട്രികളാണ് ലഭിച്ചിരുന്നത്. അതിൽ നിന്ന് 1ാം സമ്മാനത്തിന് അർഹനായിരിക്കുന്നത് ആലുവയിലെ തായിക്കാട്ടുകര KA സാജിദാണ്. അദ്ദേഹം രൂപകൽപ്പന ചെയ്ത എംബ്ലമാണ് ഇവിടെ നാം കാണുന്നത്. അദ്ദേഹത്തിന് ക്യാഷ് അവാർഡ് നൽകുന്നത് ആദരണീയനായ KP രാമനുണ്ണി ആണ്. അവാർഡ് സ്വീകരിക്കുന്നതിനു വേണ്ടി KA സാജിദിനെയും സമ്മാനം നൽകുന്നതിനു വേണ്ടി KP രാമനുണ്ണിയെയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അധ്യക്ഷ സ്ഥാനത്തിരിക്കുന്ന ആദരണീയനായ ജമാഅത്ത് ഇസ്ലാമി കേരള ഘടകത്തിന്റെ അമീർ ശ്രീ ആരിഫ് അലി, സ്വാഗത പ്രാസംഗികനായ
പ്രബോധനം വാൽമീകിയുടെ എഡിറ്റർ ടി കെ ഉബൈദ്, മുഖ്യപ്രഭാഷണം നടത്തിയ ജാസ് അഹമ്മദ് അസ്ലം, ഈ പ്രഭാഷണത്തെ വിവർത്തനം നടത്തിയ പ്രൊഫസർ കെ പി കമാലുദ്ദീൻ, മറ്റ് വേദിയിലിരിക്കുന്ന പ്രബോധനത്തിൻ്റെയും ജമാഅത്ത് ഇസ്ലാമിയുടെയും ഭാരവാഹികളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ ദൃഷ്ടാന്തങ്ങൾ നിറഞ്ഞ ഒരു സമ്മേളനമായി എനിക്ക് അനുഭവപ്പെടുകയാണ്. പ്രബോധനവും അതിന് നേതൃത്വം നൽകുന്ന ഈ പ്രസ്ഥാനവും കടന്നു വന്ന വഴികളുടെ ഏകദേശം നിമിത്തം അല്ലെങ്കിൽ ദൃഷ്ടാന്തം ഈ സമ്മേളനത്തിലും കാണുന്നുണ്ട്. രാവിലെ കോഴിക്കോട് പെയ്ത മഴ ഇപ്പോൾ ഇവിടെ പെയ്യുകയാണെങ്കിൽ ഈ സമ്മേളനം വല്ലാതെ അലങ്കോലപ്പെട്ടു പോകുമായിരുന്നു. ദൈവാനുഗ്രഹത്താൽ ശക്തമായിട്ട് മഴ പെയ്യുന്നില്ല. എന്നാൽ പ്രബോധനത്തെ ദൈവം പരീക്ഷിച്ച പോലെ എത്രത്തോളം നിങ്ങൾക്ക് ഇതിനോട് കടപ്പാടുണ്ട് എന്ന് പരീക്ഷിക്കാൻ വേണ്ടി ഇടയ്ക്കിടയ്ക്ക് ഓരോ മഴ പെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ മഴയെ അതിജീവിച്ചുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ദൗത്യം മുന്നോട്ട് കൊണ്ടുപോകും. അതിനുള്ളൊരു പരീക്ഷണം, ഒരു ദൃഷ്ടാന്തം പോലെ കാണുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. ഈ പ്രസ്ഥാനത്തിൻ്റെ തുടക്കവും അങ്ങനെയായിരുന്നു. സത്യത്തിൽ വായിക്കുക, നിന്നെ സൃഷ്ടിച്ച സർവനാഥനിലെല്ലാം സമർപ്പിച്ചു വായിക്കുക എന്ന് പറഞ്ഞതുപോലെ തന്നെ എഴുതുക, നിന്നെ സൃഷ്ടിച്ച ഈശ്വരന്റെ, സർവേശ്വരന്റെ ശക്തി ഉൾക്കൊണ്ടുകൊണ്ട്, ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് എഴുതുക, അതിനെ വായിപ്പിക്കുക എന്നൊരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ടാണ് പ്രബോധനം വന്നിട്ടുള്ളത്. ഈ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ, ഈ ദൗത്യം ഏറ്റെടുക്കാനുള്ള ശ്രമത്തിനു മുന്നോടിയായി ഇതിന് ദൈവം നൽകിയ പരീക്ഷകളെ പറ്റിയിട്ടും പ്രബോധനത്തിന്റെ കഥ എന്ന പിന്നെ ഇതിനോടനുബന്ധിച്ചിട്ടുള്ള ലഘുലേഖയിൽ ഞാൻ വായിക്കുകയുണ്ടായി. നാദാപുരത്ത് 63 പേർക്ക് ക്ഷണക്കത്തയച്ച് വരുത്തി കോഴിക്കോട് നിന്ന് കുറെ ആൾക്കാർ പോയി ഒരു സമ്മേളനം നടക്കുന്ന സമയത്ത് പോലീസ് ഈ സമ്മേളനം നടക്കാൻ സമ്മതിക്കാതെ പിന്നെ അവിടെ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ഈ വന്നിട്ടുള്ള ആൾക്കാര് നാദാപുരത്തുനിന്ന് വടകര വരെ 20 കിലോമീറ്റർ 20 മൈൽ നടന്ന് തിരിച്ചു പോവുകയും കോഴിക്കോട് ചെന്നിട്ട് അവര് ഒരു പ്രതിജ്ഞ എടുക്കുകയുമാണ്. ഹാജി സാഹിബിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ അശക്തരാണ്, എന്നാൽ ഞങ്ങളെ നയിക്കുന്ന അല്ലാഹു സർവശക്തനാണ്, അതുകൊണ്ട് ഞങ്ങൾ പരാജയപ്പെടുകയില്ല എന്നൊരു പ്രതിജ്ഞ എടുക്കുകയും ചെയ്തതിന്റെ പേരിലാണ് സത്യത്തിൽ ഇന്ന് കാണുന്ന ഈ പ്രബോധനം ഇത്ര വളർന്നു വലുതായി വന്നിട്ടുള്ളത്. ഇത് ഈശ്വരനിൽ എല്ലാം അർപ്പിക്കുന്ന, ദൈവത്തിൽ അല്ലാഹുവിലെല്ലാം അർപ്പിക്കാനുള്ള മനസ്സും അതിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് മറ്റുള്ളവരിലേക്ക് സന്ദേശം പകരുവാനുള്ള ഒരു പ്രതിബദ്ധതയുമാണ്. പേന, നമ്മൾ എഴുതുന്ന പേനയിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവരെ സുഖിപ്പിക്കാനോ രസിപ്പിക്കാനോ ഉള്ളതല്ല, എന്നാൽ ഏറ്റവും വലിയ ഒരു സത്യത്തിന്റെ ആവിഷ്കാരത്തിനാണ്. അല്ലാഹു നിർദ്ദേശിച്ച നല്ല പാതയിൽ കൂടെ മറ്റുള്ളവരെ നയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പേന ഉപയോഗിക്കേണ്ടത് എന്ന ഒരു ദൗത്യമാണ് പ്രബോധനം ഏറ്റെടുത്തിട്ടുള്ളത്. ഈ ദൗത്യത്തിന് ഇന്ന് കൂടുതൽ പ്രാധാന്യം കൂടി വരികയാണ്. ഇന്ന് പേന തുറക്കുന്നത്, ഇന്ന് പല മാധ്യമങ്ങളും പ്രസിദ്ധീകരണങ്ങളും പേന തുറക്കുന്നത് ആളുകളെ തെറ്റായ മാർഗത്തിലേക്ക് നയിക്കാൻ വേണ്ടിയിട്ടാണ്. ആൾക്കാരുടെ ഇഷ്ടം എന്താണ് അതിനനുസരിച്ച് എഴുതി പിടിപ്പിക്കുക. ആൾക്കാർക്ക് പലപ്പോഴും മോശമായ കാര്യങ്ങളോടായിരിക്കും കൂടുതൽ ആകർഷണങ്ങൾ ഉണ്ടാവുക. ഈ ആകർഷണത്തിനനുസരിച്ച് ആളുകൾ ആവശ്യപ്പെടുന്നതിനനുസരിച്ച്, അത് എത്ര മോശപ്പെട്ട കാര്യമാണെങ്കിലും ശരി, മോശപ്പെട്ട കാര്യങ്ങൾ നിയന്ത്രണമില്ലാതെ കൊടുക്കാൻ തയ്യാറായി കഴിഞ്ഞാൽ അതിനായിരിക്കും ആവശ്യക്കാരുണ്ടാവുക. ഇവിടെ നമുക്കറിയാം,
ഇവിടെ 2 ദിവസം ഹോളിഡേ വന്നതിന്റെ മുമ്പേ നമ്മുടെ മദ്യഷാപ്പുകളുടെ മുന്നിലുണ്ടായ തിരക്ക്, ഇനി കഞ്ചാവ് സുലഭമായിട്ട് കൊടുക്കാൻ തയ്യാറായാൽ അതിനായിരിക്കും ആവശ്യക്കാർ കൂടുതൽ ഉണ്ടാവുക. ഇതാണോ വാക്കുകൊണ്ട് അക്ഷരം കൊണ്ട് പ്രദാനം ചെയ്യേണ്ടത്? അല്ല, ആളുകളുടെ അഭിരുചിയെ ഉയർത്താൻ വേണ്ടി അവരെ സത്യത്തിന്റെ മാർഗത്തിലേക്ക്, നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കാനുള്ളതാണ് അക്ഷരം കൊണ്ട് പ്രദാനം ചെയ്യേണ്ടത് എന്നൊരു ദൗത്യത്തിന്റെ പേരിലാണ് പ്രബോധനം വന്നിട്ടുള്ളത്. 60 വർഷം സാർത്ഥകമായിട്ടുള്ള ഒരു സംവാദത്തിന്റെയും ബോധവൽക്കരണത്തിന്റെയും ദൗത്യമാണ് പ്രബോധനം ഏറ്റെടുത്തത് എന്നതിൽ യാതൊരു സംശയവുമില്ല. മതനവോത്ഥാനത്തിന്റെ ആശയങ്ങൾ അന്ധവിശ്വാസവും അനാചാരങ്ങളുമായി മാത്രം മതം അധപ്പതിച്ച് കാണുക എന്നുള്ളത് ഇന്ന് പദാർത്ഥവാദ ലോകത്തിന്റെ ഒരു ലക്ഷ്യമാണ്. മതം എന്ന് പറഞ്ഞാൽ ഭരണത്തിലോ ജീവിതത്തിലോ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം മാത്രമാണ് മതം. ആത്മീയത, ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിപരമായ ഒരു കാര്യം മാത്രമാണ്. അതിന് സമൂഹത്തിലോ ഭരണത്തിലോ യാതൊരു അർത്ഥവുമില്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ഭരണവും സമൂഹവുമെല്ലാം മൂല്യമില്ലാത്തൊരവസ്ഥയിലേക്ക് പോയിക്കോട്ടെ, അത് കണ്ടു നിൽക്കണം. അതാണ് പദാർത്ഥവാദപരമായിട്ടുള്ള മുതലാളിത്തവാദപരമായിട്ടുള്ള ഒരു ലോകത്തിൻ്റെ ആവശ്യം എന്നുള്ളത്. മഹാത്മാഗാന്ധി പറഞ്ഞു, മതവിരുദ്ധമായ മതമുക്തമായിട്ടുള്ള ഒരു ഭരണഘടന, ഒരു ഭരണം എന്ന് പറഞ്ഞാൽ എനിക്ക് മരണത്തിന് സമാനമാണെന്ന് നമ്മുടെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മജി പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ വെച്ചാൽ, മതം എന്ന് പറഞ്ഞാൽ അത് ഒരു മൂല്യവ്യവസ്ഥിതിയാണ്. ആത്മീയത എന്ന് പറഞ്ഞാൽ മനുഷ്യനെ മൃഗത്തിൽ നിന്ന് ദൈവത്തിലേക്ക്, ദേവതയിലേക്ക് ഉയർത്തുന്ന ഒരു മൂല്യവ്യവസ്ഥിതിയാണ്. അതിന് യാതൊരു പങ്കുമില്ലാത്ത, അതിനെ വർജിച്ച് നടത്തുന്ന ഒരു സംവിധാനത്തിൽ ജീവിക്കുക എന്നുള്ളത് ഞാൻ മൃതിക്ക്, മരണത്തിന് സമാനമായിട്ട് കാണുന്നു എന്ന് മഹാത്മജി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പാശ്ചാത്യമായിട്ടുള്ള ജ്ഞാനോദയ പ്രസ്ഥാനങ്ങൾ പറഞ്ഞത് മതവും ഭരണവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല, പള്ളി വേറെ പള്ളിക്കൂടം വേറെ എന്ന് പറഞ്ഞു. പള്ളി വേറെ, അതായത് മൂല്യം വേറെ, പള്ളിക്കൂടം വേറെ. പള്ളിക്കൂടത്തിൽ പഠിപ്പിക്കുന്നത് എന്ത് മൂല്യരഹിതം, ഇത് പള്ളി വേറെ പള്ളിക്കൂടം വേറെ എന്നത് ഇന്ന് അക്ഷരാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ലോകമാണ്. പള്ളി എന്നതിനെ നമുക്ക് മൂല്യത്തിന്റെ, ഞാൻ പുരോഹിതവർഗത്തിന്റെ തെറ്റായ നയങ്ങളെയല്ല പള്ളി എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. പള്ളി എന്ന് പറയുന്നത് ആത്മീയതയുടെ, മതത്തിന്റെ, എല്ലാ മതങ്ങളുടെയും പിറകിലുള്ള ആത്മീയതയുടെ മൂല്യബോധത്തെയാണ് ഞാൻ പള്ളി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പള്ളി വേറെ പള്ളിക്കൂടം വേറെ എന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്ന കാര്യത്തിൽ പള്ളിയുടെ മൂല്യത്തിന്റെ ആവശ്യമില്ല എന്നുള്ള പഠിപ്പാണ് ഇന്ന് നാം കുട്ടികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ, +2 എൻട്രൻസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ, സഹോദരികളായി കരുതേണ്ട കുട്ടികളെ പിടിച്ച് റാഗിയും ഉപദ്രവിക്കുകയും പിന്നെ കൊല്ലുകയും അടിക്കുകയും ചെയ്യുന്നു. മിടുക്കന്മാരല്ലേ നമ്മുടെ കുട്ടികൾ. എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലും പോകുന്ന കുട്ടികൾക്ക് വിവരത്തിന്റെ കുറവുണ്ടോ, ബുദ്ധിശക്തിയുടെ കുറവുണ്ടോ? പക്ഷേ അവരെന്തുകൊണ്ടാണ് ക്രൂരന്മാരായി പെരുമാറുന്നത്? അവരെന്തുകൊണ്ടാണ് വൃത്തികേടുകൾ കാണിക്കുന്നത്? അവർക്ക് മൂല്യബോധത്തിൻ്റെതായിട്ടുള്ള കുറവുണ്ട്. പള്ളിയെയും പള്ളിക്കൂടത്തെയും വേർതിരിച്ചതിൻ്റെ, ആത്മീയതയും മൂല്യബോധത്തെയും ജീവിതത്തിൻ്റെ വിദ്യാഭ്യാസ പദ്ധതിയും വേർതിരിച്ചതിൻ്റെ ദുരന്തമാണ് നാം കണ്ടത് എന്നതാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരു മൂല്യവ്യവസ്ഥിതി ഇവിടെ മുഖ്യപ്രഭാഷകൻ പറഞ്ഞു. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. ഇസ്ലാം എന്ന് പറഞ്ഞാൽ മാനവരാശിക്ക് എല്ലാം ഉള്ളതാണ്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ മതങ്ങളും ഇസ്ലാമാണ്. മുഹമ്മദ് നബിക്ക് മുമ്പേ ഇസ്ലാം ഉണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എല്ലാ പ്രവാചകരും പ്രബോധനം ചെയ്തിട്ടുള്ള മതം ഒന്നാണ്. ആ ആത്മീയമായിട്ടുള്ള മൂല്യം ഒന്നാണ്. അതിന് ഒരു രാഷ്ട്രീയമുണ്ട്, അതിനൊരു സൂക്ഷ്മ രാഷ്ട്രീയമുണ്ട്, അതിനൊരു മൈക്രോ പൊളിറ്റിക്സ് ഉണ്ട്. ആ മൈക്രോ പൊളിറ്റിക്സിനെ വർജിച്ചു നിർത്തുന്ന സമയത്താണ് പദാർത്ഥവാദം, പ്രയോജനവാദം, കേവലമായിട്ടുള്ള ഭൗതികവാദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആ ഭൗതികവാദമാണ് ഇന്ന് ഈ ലോകത്തെ ഇത്രയെല്ലാം ശാസ്ത്ര പുരോഗതി ഉണ്ടായാലും ജീവിതയോഗ്യമല്ലാതെയാക്കി തീർക്കുന്നത്. മതങ്ങളുടെ ആത്മീയതയുടെ മൂല്യം മുന്നോട്ട് വരാതിരിക്കുക എന്നത് ഇന്നത്തെ മുതലാളിത്തത്തിന്റെയും കമ്പോളത്തിന്റെയും പദാർത്ഥവാദത്തിന്റെയും ആവശ്യം കൂടിയാണ്.
കാരണം ആത്മീയതയുടെ ആദർശങ്ങൾ പറയുന്നത് ഈ കാണുന്നെല്ലാം ദൈവത്തിന്റെ മക്കളാണ്, ദൈവത്തിന്റെ സൃഷ്ടികളാണ്, നിങ്ങളെല്ലാം ഒന്നാണ്. നിങ്ങൾക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ ഇന്നത്തെ ബിൽഗേറ്റ്സും ഒരു സാധാരണ ആഫ്രിക്കയിൽക്ക് ഒരാളുണ്ടാവുന്ന മാതിരിയുള്ള വ്യത്യാസം അനുവദനീയമല്ല. ഒരു സമ്പന്നന് ഒരു രാഷ്ട്രത്തെ വിലക്ക് വാങ്ങാനുള്ള സമ്പത്തുണ്ടാവുക, അതേ വർഗത്തിലുള്ള ഒരു മനുഷ്യൻ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ജീവിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അത് ഒരു ആത്മീയവാദിക്ക്, ഒരു മതവിശ്വാസിക്ക് അനുവദിച്ചു കൊടുക്കാൻ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ആത്മീയതയെ, അതിന്റെ മൂല്യത്തെ, മതത്തെയെല്ലാം ഭരണത്തിൽ നിന്നും വ്യവസ്ഥിതിയിൽ നിന്നും മാറ്റി നിർത്താൻ വേണ്ടി പദാർത്ഥവാദം എന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വലിയ മഹാന്മാരായിട്ടുള്ള വൈജ്ഞാനികര് ഓൺ അഗ്രഷൻ, സോഷ്യോ ബയോളജി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് മനുഷ്യൻ മൃഗാണ്, ചിമ്പാൻസിയാണ്, അവൻ നേരാവില്ല, അവൻ ഗുണം പിടിക്കില്ല.